അതിതീവ്ര വെള്ളപ്പൊക്കത്തിൽ നടുങ്ങി കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. ഇല്ലിക്കൽ, ആർപ്പൂക്കര, ഐമനം തുടങ്ങി പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായത്. മൊത്തം വെള്ളം കയറി മുങ്ങി കിടക്കുക. ഇങ്ങോട്ട് പോവാണ്, ഞങ്ങൾ ബന്ധുക്ക് വീട്ടിലോട്ട് പോവാ. സാധനമൊക്കെ ആയിട്ട് എടുത്തോണ്ട് പോവാണ്. കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ നീന്തി വരുന്നുണ്ട്. വീടുകളിൽ മുഴുവൻ വെള്ളം കയറി മൊത്തം വെള്ളം കയറി കിടക്കുക. വളരെ മോശം അവസ്ഥയാണ്. ഈ വെള്ളം ഇരിക്കുമ്പോൾ ഉള്ള വീടൊക്കെ പോകുന്ന ലക്ഷണം. ഭയങ്കര വെള്ളം, മൊത്തം വെള്ളമായി കിടക്കുക. വീണാൽ മൊത്തം വെള്ളം. പെട്ടെന്ന് ഇത്ര ഈ ഒറ്റ മണിക്കൂർ അല്ലെങ്കിൽ 2-3-4 മണിക്കൂറിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ. ആർപ്പുക്കരയിലെ കരിപ്പ, കുമരകം, ഇല്ലിക്കൽ മേഖലകളാണ് അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട പ്രദേശങ്ങൾ. 2018 വെള്ളപ്പൊക്കമുണ്ടായി. പുലർച്ചെ 2:30 വെള്ളം വീടിനുള്ളിലേക്ക് ഇരച്ചുകയറി. ഗൃഹോപകരണങ്ങളടക്കം നശിച്ചു. വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. അപ്രതീക്ഷിതമായാണ് വെള്ളം കയറിയത്. മുൻകരുതലെടുക്കാൻ സാധിച്ചില്ലെന്ന് പറയുകയാണ് ഇല്ലിക്കൽ, താഴ്ത്തങ്ങാടി, കരിപ്പ, ഐമനം ഭാഗങ്ങളിലെ ജനങ്ങൾ. ആവശ്യ വസ്തുക്കൾ മാത്രമെടുത്ത് രാവിലെ മുതൽ തന്നെ ആളുകൾ സ്വമേധയാ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. ഈ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ മുഴുവനും വെള്ളം കയറിയിരിക്കുക. ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു സ്ഥലം വരെ പോയതായിരുന്നേ. പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ്. പക്ഷേ അപ്പം വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങൾ സാധനമൊക്കെ ചെന്ന് പൊക്കി വെച്ചിട്ട് ഇനി എങ്ങോട്ടെങ്കിലും മാറണം. ഇപ്പോൾ 2018 തുല്യമായ രീതിയിലാണ് ഇപ്പോൾ വെള്ളം വന്നിരിക്കുന്നത്. ഏകദേശം അതിന് സമാനമായിട്ട് തന്നെയാണ്. ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് മിക്കവാറും തന്നെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ വന്നു. കാരണം പാലായിലെ അതിന് സമാനമായിട്ട് പെട്ടെന്ന് തന്നെ താഴ്ന്നു വന്നപ്പോൾ ഇവിടെ വളരെ കൂടുതലാണ്. പ്രതീക്ഷിതമായി പെട്ടെന്ന് വെള്ളം എത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അങ്ങനെയായിരുന്നു അത് അങ്ങനെ തന്നെയാണ്, അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമായിരുന്നു വെച്ചത്. അതുകൊണ്ട് മുൻകരുതലൊന്നും എടുക്കാൻ പറ്റില്ല. ഒന്നും എടുക്കാൻ പറ്റില്ല. പലർക്കും പല സാധനങ്ങളും നഷ്ടപ്പെടുകയാണ്. ചേർത്തല, കുമരകം, കോട്ടയം റൂട്ടിൽ വെള്ളം കയറിയതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മണർകാട്, ഏറ്റുമാനൂർ ബൈപ്പാസിലും വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം പടിഞ്ഞാറോട്ടെത്തുന്നതാണ് ഈ പ്രദേശങ്ങളിലെ ജലനിരപ്പ് ഉയരാൻ കാരണങ്ങളിലൊന്ന്. ഇല്ലിക്കലിൽ NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തി. സേവാഭാരതിയും മുഴുവൻ സമയ രക്ഷാദൌത്യവുമായി വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചു. പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ തുടങ്ങി കിഴക്കൻ മേഖലയിൽ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞൊഴുകുകയാണ്. 100-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. നടുങ്ങിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവശ്യ വസ്തുക്കൾ പോലും മാറ്റിവെക്കാൻ സാധിച്ചില്ല. ജീവനം കൊണ്ട് പായുകയായിരുന്നു. ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം പറയാനുള്ളത് ഇക്കാര്യം മാത്രം. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് തിരികെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഇനി എന്ത് എന്നുള്ളതും ഇവർക്ക് മുന്നിലുള്ള ചോദ്യമാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.